ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമുക്ക് റിപ്പയറിന് എന്നൊരു ആംപ്ലിഫയറാണ്. ഇത് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ തന്നെ ചെയ്ത് കൊടുത്ത ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു, അത് ശരിയാക്കാനായിട്ടായിരുന്നു കസ്റ്റമർ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നത്. ഇതിൻ്റെ മെയിനായിട്ട് വന്ന കംപ്ലയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടർ, ഇതിൽ സോഫ്റ്റ് സ്റ്റാർട്ടറിലായിരുന്നു സ്റ്റാൻഡ് ബൈ ബോർഡ് മാത്രം വെച്ചിരുന്നത്. അപ്പോൾ അത് ഈ ബോർഡാണ്, ഈ ബോർഡും ഈ SMBS ആണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് സോഫ്റ്റ് സ്റ്റാർട്ടർ വിത്ത് സ്റ്റാൻഡ് ബൈ ഉള്ള D-Tech ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് പവർ സപ്ലൈറ്റ് ഒരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ പറഞ്ഞ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ട് കിറ്റിൽ നിന്ന് നോയ്സ് വരുന്നുണ്ടെന്നായിരുന്നു. ഒരു 15 വോളിയം വയ്ക്കുമ്പോൾ ചാനൽ സ്പീക്കറുകളിൽ നോയ്സ് ഉണ്ടാകുന്നതാണ് കംപ്ലയിൻറ്റ്. അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിരുന്നത് ഇത് ഓക്സിലറി സപ്ലൈ, അതായത് ഫാനിനൊക്കെ ഉപയോഗിക്കുന്ന സപ്ലൈ എന്നായിരുന്നു റിമോട്ട് കിറ്റിന് കൊടുത്തിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് സെപ്പറേറ്റ് 12 വോൾട്ടിൽ റെക്ടിഫയർ കൊടുത്ത് ബക്കിൽ കൊടുത്ത് നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു കംപ്ലയിൻറ്റ് ഇതിൽ ഉപയോഗിച്ചിരുന്ന കപ്പാസിറ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ സബിൻ്റെ സെക്ഷനിൽ വരുന്നത് 63 വോൾട്ടാണ് വരുന്നത് DC. അതിലിട്ടിരുന്ന കപ്പാസിറ്ററും 63 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇതിലിട്ടിരുന്നത്. ഈ കപ്പാസിറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. 1000 MFD 63 വോൾട്ട്. നമ്മളത് മാറ്റിയിട്ട് ഇപ്പം 1000 MFD 80 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഉണ്ട്. ചാനലിന് 36 വോൾട്ടൊക്കെ ഉള്ളു. അപ്പം അതിന് 1000 MFD 63 വോൾട്ട് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മളത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഇമ്രാനിക്സിൻ്റെ റിമോട്ട് കിറ്റാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് കിറ്റാണ്. നമ്മൾ ഫ്യൂടെക്കിനെ വെച്ച് നോക്കുമ്പോൾ ഫ്യൂടെക് അത്യാവശ്യം വില കൂടുതലാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇമ്രാനിക്സ് കൊള്ളാം. അതിൻ്റെ ഡിസ്പ്ലേയും ഒരു പ്രത്യേക മോഡലാണ്. മുമ്പ് ഞാനൊരു ആംപ്ലിഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ വരുന്ന ഇതിൽ സ്റ്റാൻഡ് ബൈ ഉണ്ട്. നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മെയിൻ ട്രാൻസ്ഫോമർ ഓൺ ആയിരിക്കില്ല. ഈ ചെറിയ ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ബോർഡിൽ നമ്മൾ സ്റ്റാൻഡ് ബൈ ബോർഡിൽ കറണ്ട് വന്ന് നിൽക്കും. നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ RLA ഓണായി മെയിൻ ട്രാൻസ്ഫോമറിൽ കറണ്ട് വരുള്ളൂ. അല്ലേ, അപ്പോൾ ഈ ലൈറ്റ് ഫുള്ളായിട്ട് കത്തി നിൽക്കും. ഇതിൽ ഈ റിമോട്ട് കിറ്റിൽ തന്നെ അത്യാവശ്യം ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇതിൽ USB ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സ് ഉണ്ട്, ഒപ്റ്റിക്കലുണ്ട്, കോയാക്സിലുണ്ട്, ARC ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ARC വഴി TV കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരു NCS മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. Till I get up, time is barely on my side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And we'll go through the wastelands, through the highways, till my shadow turns to sun rays. And we'll go through the wastelands, through the highways. And പിന്നെ ഈ റിമോട്ട് കിറ്റിൽ എല്ലാത്തിനും സെപ്പറേറ്റ് വോളിയം കണ്ട് വരുന്നുണ്ട്. സബിന് സെപ്പറേറ്റ്, സെൻറ്ററിന് സെപ്പറേറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ട്രബിള്, ബാസ് എല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായുള്ളതിൽ നല്ലൊരു കിറ്റാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയാണിത്. അപ്പോൾ ഈ റിമോട്ട് കിറ്റ് വെച്ച് നിങ്ങൾക്ക് ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ, ഇത് ഞാൻ ചെയ്ത ആംപ്ലിഫയർ അല്ല, ഇത് നമുക്ക് റിപ്പയറിന് എന്നതാണ്. ഇത് ചെയ്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല ആംപ്ലിഫയർ. അപ്പോൾ ചെയ്ത് കൊടുത്ത ആൾ കുറച്ച് കംപ്ലയിൻസ് ഇവിടെ ആയതുകൊണ്ടാണ് എനിക്കിവിടെ കൊണ്ടുവന്നത്. കാരണം ഇത് ചെയ്ത ആൾ ആ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ വന്നത് ആംപ്ലിഫയർ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ആംപ്ലിഫയർ നിങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ബോർഡുകളല്ല,
5 ചാനൽ ഡി ടെക്കിൻ്റെ ബോർഡായിരിക്കും, സബിന് ഡി ടെക്കിൻ്റെ ബോർഡായിരിക്കും. അതൊക്കെ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഡി ടെക്കിൻ്റെ ബോർഡുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ പറയുന്നതനുസരിച്ച് കസ്റ്റമറിന് വേറെ ബോർഡാണ് ആവശ്യമെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആംപ്ലിഫയർ നമുക്കിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു 30,000 രൂപയാവും. പിന്നെ അതിനനുസരിച്ച് എന്തെങ്കിലും ഫീച്ചേഴ്സ് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രം എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. അപ്പം നമുക്കിപ്പം കേരളത്തിലുള്ള കൊറിയറൊക്കെ അവൈലബിൾ ആണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.